ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന ഇറാന്റെയും അനുകൂലികളുടെയും പ്രചരണങ്ങൾക്ക് പത്രസമ്മേളനത്തിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് നെതന്യാഹു. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹു പുറത്തുവിട്ട വീഡിയോകൾ ഡിജിറ്റൽ നിർമ്മിതിയാണെന്ന ഇറാന്റെ വാദങ്ങൾ ഇതോടെ പൊളിഞ്ഞു. ഇറാന്റെ കരുത്ത് എന്നേക്കുമായി ചോർന്നുവെന്നും ഇസ്രായേൽ മുമ്പത്തേക്കാൾ ശക്തമാണെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ആഗോള ഇന്ധന വിപണിയെ തന്നെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ഇതോടെ അതൃപ്തിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാന്റെ എണ്ണവാതക കേന്ദ്രങ്ങൾ ഇനി ആക്രമിക്കരുതെന്ന് താൻ നെതന്യാഹുവിന് കർശന മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് വെളിപ്പെടുത്തി. ഇസ്രായേൽ ഞങ്ങളുടെ പങ്കാളിയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നു. ഇനി സൗത്ത് പാഴ്സിന് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്ന് നെതന്യാഹു എനിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്, ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇസ്രായേൽ നീങ്ങുന്നത് എന്ന ചോദ്യത്തിന് നെതന്യാഹുവിന്റെ മറുപടി രൂക്ഷമായിരുന്നു. പ്രസിഡന്റ് ട്രംപിനോട് എന്തു ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തകർത്തത് ഇസ്രായേൽ തനിച്ച് തീരുമാനിച്ച കാര്യമാണെന്നും എന്നാൽ ഇനി ആക്രമണങ്ങൾ വേണ്ടെന്ന ട്രംപിന്റെ അഭ്യർത്ഥന മാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടു. റിയാദിലെ ഹോട്ട്ലക്കിന് സമീപം വരെ മിസൈലുകൾ എത്തിയത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള എല്ലാ വിശ്വാസവും തകർന്നുവെന്നും തിരിച്ചടിക്കാൻ തങ്ങൾക്കും അവകാശമുണ്ടെന്നും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ മുന്നറിയിപ്പ് നൽകി. യുദ്ധം ആളിപ്പടരുമ്പോൾ ഇസ്രായേൽ ഇറാന്റെ നേതൃത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാന്റെ മിസൈൽ ശേഷി തകർക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. നെതന്യാഹുവിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സ് ഇസ്രായേൽ തകർത്തെറിഞ്ഞത് ആഗോള ഇന്ധന വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഈ ആക്രമണം ഇസ്രായേൽ സ്വന്തം നിലയിൽ തീരുമാനിച്ചതാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കർശന നിർദ്ദേശം നൽകി. പ്രസിഡന്റ് ട്രംപിന്റെ അഭ്യർത്ഥന ഞങ്ങൾ മാനിക്കുന്നു. തൽക്കാലം കൂടുതൽ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിടില്ല എന്ന് നെതന്യാഹു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ ആഘോഷമാക്കിയ ഇറാൻ അനുകൂലികൾക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ പത്രസമ്മേളനം. ഇറാൻ മുമ്പത്തേക്കാൾ ദുർബലമായെന്നും ഇസ്രായേൽ ശക്തി പ്രാപിച്ചുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ ശേഷിയും നേതൃത്വവും തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും അവർ ആവർത്തിച്ചു. ട്രംപിനെ ആർക്കും നിയന്ത്രിക്കാനാവില്ലെന്നും എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടതോടെ ഗൾഫ് മേഖലയും യുദ്ധസമാനമായി. ഇറാനുമായുള്ള എല്ലാ വിശ്വാസവും തകർന്നുവെന്നും തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യ ഒന്നടങ്കം കലുഷിതമായി തുടരുമ്പോഴും നെതന്യാഹുവിന്റെ കരുത്തുറ്റ തിരിച്ചുവരവ് യുദ്ധത്തിന്റെ ഗതി മാറ്റിയേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്.